പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ചമയ പ്രദർശനത്തിന് തുടക്കമാകാൻ പോവുകയാണ്. ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോകുന്നു ഹലോ മലയാളം. മന്ത്രിമാരുണ്ട്, ദേവസ്വം ആളുകളുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. മന്ത്രി ആർ ബിന്ദു, കെ രാജൻ ഒക്കെ ഉണ്ട്. ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പാറമേക്കാവ് അഗ്രശാലയിൽ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ദേവസ്വം ഭാരവാഹികളും ചേർന്ന് ഉദ്ഘാടനം അല്പസമയത്തിനകം നിർവഹിക്കും. അതിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രിമാരായ വി എൻ വാസവൻ, ആർ ബിന്ദു, കെ രാജൻ തുടങ്ങിയവരെയൊക്കെ നമുക്ക് ഈ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. അതേ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ, അദ്ദേഹവും അവിടെ എത്തി. അദ്ദേഹത്തെയും പൊന്നാട അണിയിച്ച് സ്വീകരിക്കുകയാണ്. ചമയ പ്രദർശനത്തിന് അങ്ങനെ തുടക്കമാവുകയാണ്. ഒരു നാടിന്റെ, ഒരു ദേശത്തിന്റെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പായിരുന്നു. മുൻകാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത, മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായ പോലെ നല്ലൊരു ഈ പൂരം തന്നെ ഉണ്ടാകണം. ഒപ്പം കഴിഞ്ഞ വർഷം സംഭവിച്ചതുപോലെ ഒരനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാനും പാടില്ല. ഇത് തന്നെയാണ് ആ ദേശത്തിന്റെ ആഗ്രഹവും ആവശ്യവും. അപ്പോൾ അങ്ങനെ നാട് കാത്തിരുന്ന ആ നിമിഷത്തിന് തുടക്കമാകാൻ പോകുന്നു. ചമയ പ്രദർശനം, അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ പാറമേക്കാവ് അഗ്രശാലയിൽ നിന്നും തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ് മന്ത്രിമാരെല്ലാം. തൃശ്ശൂർ പൂരത്തിന്റെ ചമയ പ്രദർശനം, അതിൻ്റെ ഉദ്ഘാടനം, അതിലേക്ക് കടക്കുകയാണ്. ഈ വന്നവരെയൊക്കെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി കെ രാജൻ, ആർ ബിന്ദു എന്നിവരൊക്കെ ചേർന്ന് ദീപം തെളിച്ച് ആ പൂര ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അവിടെ ഒരു ബുക്ക് എഴുതുന്ന ഗൗരിയമ്മയെ കുറിച്ച് ഒരാളൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു. വീടിൻ്റെ തൊട്ട് മോൾ ഭാഗത്തായിട്ട്, പേര് മറന്നു കഴിഞ്ഞാൽ. സാർ അവിടെ
അങ്ങനെ തൃശൂർ പൂര ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി ആർ ബിന്ദു, കെ രാജൻ തുടങ്ങിയവരൊക്കെ ചേർന്നാണ് പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചമയ പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചത്. പാറമേക്കാവ് അഗ്രശാലയിലാണ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ദേവസ്വം ഭാരവാഹികളും ഒക്കെ ചേർന്ന് ഈ മനോഹരമായ ചടങ്ങ് നടത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു ദേശത്തിന്റെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ഇതാ പ്രിയപ്പെട്ടവരെ ഇവിടെ തുടക്കമായിരിക്കുന്നു. ആ ചരിത്ര മുഹൂർത്തമാണ്, അങ്ങനെ കാത്തിരുന്ന മുഹൂർത്തമാണ് നമ്മൾ കണ്ടത്. ഇനി പൂര നാളുകളിലേക്കാണ് തൃശൂർ ദേശം ഒന്നാകെ കടക്കുന്നത്.